ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അതിരടി, അതുപോലെ സൂര്യയുടെ തമിഴ് ചിത്രം കറുപ്പ്, ലാലേട്ടന്റെ ദൃശ്യം 3 ഈ 3 സിനിമകളുടെയും കളക്ഷനെ കുറിച്ചാണ്. ഈ 3 സിനിമകളും ഇതുവരെ എത്ര കോടിയാണ് കളക്ഷനായി നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അതിനു മുൻപ് കാട്ടാളൻ എന്ന സിനിമ ഈ ആഴ്ച റിലീസാണ്. മികച്ച ബുക്കിംഗ് സിനിമയ്ക്ക് വരുന്നുണ്ട്. സിനിമയ്ക്ക് പോസിറ്റീവ് വരികയാണെങ്കിൽ തീർച്ചയായും മികച്ച കളക്ഷൻ തന്നെ ഈ സിനിമ നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിരടി, ബേസിൽ, ടോവിനോ, വിനീത് ശ്രീനിവാസൻ ഇവർ 3 പേരും ഒന്നിച്ച അതിരടി എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ 12 ദിവസം പൂർത്തിയാക്കി. ഈ സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് ആദ്യ സമയങ്ങളിലെല്ലാം വന്നിരുന്നത്. പക്ഷെ പിന്നീട് മിക്സഡ് റെസ്പോൺസ് ആണ് വരുന്നത്. ഈ സിനിമ 12 ദിവസം കൊണ്ട് എത്ര കോടി വേൾഡ് വൈഡായി നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ സാക്നിൽക്ക് പറയുന്നത് 61 കോടി 65 ലക്ഷം എന്നുള്ളതാണ്. ഇന്നലെ സിനിമയുടെ ഒഫീഷ്യൽ കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. 60 കോടി എന്നുള്ളതാണ് ഒഫീഷ്യൽ കണക്ക്. തീർച്ചയായും ഇന്നലത്തെ കളക്ഷനോടുകൂടി 61 കോടി 65 ലക്ഷം എത്തിയിട്ടുണ്ടാവും. ഇന്ത്യൻ കളക്ഷനായിട്ട് ഇതിൽ കാണിക്കുന്നത് 37 കോടിയാണ്. ഓവർസീസിൽ നിന്ന് 24 കോടി 65 ലക്ഷം. അങ്ങനെ മൊത്തം 61 കോടി 65 ലക്ഷമാണ് വേൾഡ് വൈഡായിട്ട് ഇതുവരെ സിനിമ നേടിയെടുത്തത്. തീർച്ചയായും ആദ്യ സമയങ്ങളിൽ 100 കോടി നേടും എന്ന് ഉറപ്പിച്ച സിനിമ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ 70 കോടിയിൽ താഴെ ഇതിന്റെ ഫൈനൽ വന്ന് നിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ദൃശ്യം 3യുടെ വരവ് തന്നെയാണ്. ദൃശ്യം 3 വന്നതോടുകൂടി സിനിമയുടെ ഓവർസീസിലുള്ള കളക്ഷൻ കാര്യമായി ഇടിഞ്ഞു എന്നുള്ളത് എടുത്തു പറയുന്നു. എന്തായാലും സിനിമ വിജയം തന്നെയാണ്. പക്ഷേ 61 കോടി 65 ലക്ഷമാണ് ഇതുവരെ നേടിയെടുക്കാനായത്. വലിയ വിജയത്തിലേക്ക് സിനിമ പോയില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. മറ്റൊന്ന് കറുപ്പ് എന്ന സിനിമയാണ്. സൂര്യയുടെ തമിഴ് ചിത്രം കറുപ്പ്. സൂര്യയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് കറുപ്പിനെ എല്ലാവരും കാണുന്നത്. സൂര്യയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയും കറുപ്പ് തന്നെയാണ്. 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന സൂര്യയുടെ ആദ്യ ചിത്രം. ഇപ്പോൾ സിനിമ റിലീസായിട്ട് 11 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 11 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്ത കളക്ഷൻ 247 കോടി 15 ലക്ഷമാണ്. 250 കോടി എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ 247 കോടി 15 ലക്ഷമാണ് വന്നിരിക്കുന്നത് എന്നാണ് സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ കളക്ഷനായിട്ട് 179 കോടി 15 ലക്ഷവും വിദേശ കളക്ഷനായിട്ട് 68 കോടിയുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 247 കോടി 15 ലക്ഷം രൂപ. തീർച്ചയായും 300 കോടിക്ക് അടുത്തുള്ള ഒരു തുക ഈ സിനിമ നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സിനിമ വലിയ വിജയമാണ്. ദൃശ്യം 3 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 156 കോടി 14 ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇത് റെക്കോർഡാണ്. മലയാളത്തിലെ ഏറ്റവും വേഗത്തിൽ 150 കോടി കടക്കുന്ന രണ്ടാമത്തെ മലയാള ചിത്രമാണ് ഈ പറയുന്ന ദൃശ്യം 3. ഒന്നാം സ്ഥാനത്ത് എമ്പുരാനാണ്. ഇന്ത്യൻ കളക്ഷനായിട്ട് 71 കോടി 74 ലക്ഷവും ഓവർസീസ് കളക്ഷനായിട്ട് 84 കോടി 40 ലക്ഷവും സിനിമ നേടിയെടുത്തു. 156 കോടി 14 ലക്ഷമാണ് സിനിമ ഇതുവരെ നേടിയെടുത്തത്. ഇന്നലത്തെ കൃത്യമായിട്ടുള്ള ഇന്ത്യൻ കളക്ഷൻ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് 6 കോടി 64 ലക്ഷവും കർണാടകയിൽ നിന്ന് 56 ലക്ഷവും ആന്ധ്രയിൽ നിന്ന് 74 ലക്ഷവും തമിഴ്നാട്ടിൽ നിന്ന് 52 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 24 ലക്ഷവുമാണ് സിനിമ നേടിയെടുത്തത്. ടോട്ടൽ 8 കോടി 70 ലക്ഷമാണ് ഇന്നലെ മാത്രം ഇന്ത്യയിൽ നിന്ന് സിനിമ കളക്ഷനായി നേടിയെടുത്തത്. 6 കോടിക്ക് മുകളിലുള്ള ഒരു സംഖ്യ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്നലെ കളക്ഷനായി നേടിയെടുത്തു. ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നു. എന്നിട്ട് പോലും ആ ഒരു കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സിനിമ വേറെ ലെവൽ തരംഗമായി മുന്നോട്ട് പോകുന്നു. നാളെ മുതൽ അവധിയാണ്. ഇവിടെ മാത്രമല്ല GCC രാജ്യങ്ങളിലും അവധിയാണ്. അതുകൊണ്ട് തന്നെ വലിയ കളക്ഷൻ നാളെ മുതൽ സിനിമയ്ക്ക് വരും. ഇപ്പോഴും സിനിമയുടെ കളക്ഷൻ 15 കോടിയോളം വരുന്നു എന്നുള്ളത് എടുത്തു പറയുന്നു. അതായത് വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച പോലും സിനിമയ്ക്ക് 15 കോടിയോളം കളക്ഷൻ വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇന്നും നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. വമ്പൻ പ്രീസെയിലാണ് ഇന്നും നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ദൃശ്യം 3 തിയേറ്ററുകളിൽ തരംഗമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.